എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനോണിംസിൻ്റെ പാർട്ട് 2 ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, പാർട്ട് 1 നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും കമൻ്റ് ഒന്നും ചെയ്തില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് സെഷനിലേക്ക് നമുക്ക് കിടക്കാം. സിനോണിംസിൻ്റെ പാർട്ട് 2 ഭാഗമാണ് കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. എൻഡ്യൂർ, ടോളറേറ്റ്. എൻഡ്യൂർ എന്താണ്? ടോളറേറ്റ്. എങ്ങനെ ഓർക്കാം? എൻഡ്യൂർ, ടോളറേറ്റ് എന്നാണല്ലോ. അപ്പോൾ ടൂറിൻ്റെ എൻഡിലൊക്കെ ടോൾ ബൂത്ത് ഉണ്ടാവുമെന്ന് ആലോചിക്കുക. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? റേറ്റും കൂടി കൊടുക്കണം. ടൂറിൻ്റെ എൻഡിൽ ടോൾ ബൂത്ത് ഉണ്ടാവും. ടോളിൽ നമ്മൾ എന്ത് കൊടുക്കണം? റേറ്റ് കൊടുക്കണം. അപ്പോൾ എൻഡ്യൂർ, ടോളറേറ്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് കാൻഡീഡ്, ഫ്രാങ്ക്. കാൻഡീഡ്, ഫ്രാങ്ക്. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ കാൻഡീഡ് ആണല്ലോ. അപ്പം ആൻറ്റീന്ന് എടുത്തുകൂടെ? ആൻറ്റി, ആ സിയും ലാസ്റ്റത്തെ ഡിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി കിട്ടുമല്ലോ. നമ്മൾ ആൻറ്റീനെ നമ്മൾ പ്രാങ്ക് ചെയ്തു എന്ന് ആലോചിക്കുക. ആൻറ്റീനെ നമ്മൾ എന്ത് ചെയ്തു? പ്രാങ്ക് ചെയ്തു. പ്രാങ്ക്, ഫ്രാങ്ക്, കാൻഡീഡ്, ഫ്രാങ്ക്. ഓക്കെ, നെക്സ്റ്റ് സെനീത്ത്, ഹൈറ്റ്. ഓക്കെ, സെനീത്ത്, ഹൈറ്റ്. അപ്പോൾ ഇതിൽ സെഡ് നമ്മളങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എണീറ്റ് എന്ന് കിട്ടും അല്ലേ? എണീറ്റ്. അപ്പോൾ നമ്മൾ ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഹൈറ്റ് വെച്ച പോലെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുക. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഹൈറ്റ് വെച്ച പോലെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പം സെനീറ്റ്, ഹൈറ്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എൻഡ്യൂർ, ടോളറേറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ടോളിൽ നമ്മൾ റേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. കാൻഡീഡ്, ആൻറ്റീനെ പ്രാങ്ക് ചെയ്യണം എന്ന് പറഞ്ഞു. സെനീറ്റ്, എണീറ്റ് കഴിഞ്ഞാൽ ഹൈറ്റ് വെക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഫാറ്റൽ, ഡെഡ്ലി. എങ്ങനെ കണക്ട് ചെയ്യാം? ആൾക്കാർക്കൊക്കെ ഫാറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ഡെഡ് ചെയ്യുന്ന ആലോചിക്കുക, മരിച്ചു പോകുന്ന ആലോചിക്കുക. ഓക്കെ, ഫാറ്റൽ, ഡെഡ്ലി. ആൾക്കാർക്ക് ഫാറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ഡെഡ് ചെയ്യുന്ന ആലോചിക്കുക, ഡെഡ്ലി. ഓക്കെ, നെക്സ്റ്റ് ഒബ്സ്റ്റിനേറ്റ്, സ്റ്റബ്ബോൺ. ഒബ്സ്റ്റിനേറ്റ്, സ്റ്റബ്ബോൺ. അപ്പോൾ കോഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ബെസ്റ്റ് നൈറ്റിലായിരിക്കും ബോൺ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. ബെസ്റ്റ് നൈറ്റിൽ ബോൺ ചെയ്യുമെന്ന് വിചാരിക്കുക. ബെസ്റ്റ് നൈറ്റ്, സ്റ്റബ്ബോൺ, ബോൺ. ഓക്കെ, ഒബ്സ്റ്റിനേറ്റ്, സ്റ്റബ്ബോൺ. നെക്സ്റ്റ് ഒബ്സീൻ, ഇൻഡിസെൻറ്റ്. ഒബ്സീൻസ്, ഇൻഡിസെൻറ്റ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നിങ്ങളുടെ രീതിയിലൊന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ കോഡ് കിട്ടിയില്ല. ഒബ്സീന്, ഇൻഡിസെൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് മാനിഫെസ്റ്റ്, ഡിസ്പ്ലേ. മാനിഫെസ്റ്റ് എന്താണ്? ഡിസ്പ്ലേ ആണ്. എങ്ങനെ പഠിക്കാം? മണിയില്ലേ, നമ്മുടെ കലാഭവൻ മണി, അദ്ദേഹത്തിൻ്റെ ഫെസ്റ്റിന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഡിസ്പ്ലേ വെക്കുന്നൊന്ന് ചിന്തിക്കുക. മണിയുടെ ഫെസ്റ്റിന് മണിയുടെ ഫോട്ടോ ഒന്ന് ഡിസ്പ്ലേ വെക്കുന്ന ആലോചിക്കുക. മാനിഫെസ്റ്റ്, മണിയുടെ ഡിസ്പ്ലേ അല്ലേ? ഡിസ്പ്ലേ വെക്കുന്ന ആലോചിക്കുക. മാനിഫെസ്റ്റ്, ഡിസ്പ്ലേ. ഓക്കെ, മാനിഫെസ്റ്റ് എന്താണ്? ഡിസ്പ്ലേ. ലുഡിക്രുവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂളിഷ്. ലുഡിക്രുവസ്, ഫൂളിഷ്. അപ്പോൾ ലഡ്ഡു ഒക്കെ തിന്നുന്ന ആൾ ഭയങ്കര ഫൂളിഷാണെന്ന് ആലോചിച്ചാൽ മതി. ലഡ്ഡു ഒക്കെ തിന്നുന്ന ആൾക്കാർ ഫൂളിഷ് ആണെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ? കണ്ടമാനം ലഡ്ഡു ഒക്കെ തിന്നുന്നവർ ഫൂളിഷാണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഫാറ്റൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഫാറ്റ് ഉണ്ടായി അവർ ഡെഡ് ചെയ്യുമെന്ന് പറഞ്ഞു, ഡെഡ്ലി. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റിൽ ബെസ്റ്റ് നൈറ്റിൽ ബോൺ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? സ്റ്റബ് ബോൺ. ഒബ്സ്റ്റിനേറ്റ്, സ്റ്റബ് ബോൺ. ഒബ്സീന് എന്താണ് പറഞ്ഞത്? ഇൻഡിസെൻറ്റ്, ഇൻഡിസെൻറ്റ്. ഓക്കെ, ഓക്കെ, ഇതൊന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സീനൊക്കെ ഉണ്ടാവുന്നത്, നമ്മൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുന്നത് സീനാവുന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒബ്സീനല്ലേ? അപ്പോൾ സീൻ ചെയ്യും. എന്താണ്? ഇൻഡിസെൻറ്റ്, ആക്സിഡൻ്റ് ഒക്കെ നമ്മൾ സീനാവുന്നൊന്ന് ചുമ്മാ ചിന്തിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ. മാനിഫെസ്റ്റ്, ഡിസ്പ്ലേ. മണിയുടെ ഫോട്ടോ ഡിസ്പ്ലേ ചെയ്യും. ലുഡിക്രസ് എന്ന് പറഞ്ഞാൽ ലഡ്ഡു തിന്നവർ ഫൂളിഷ് ആവും, ഫോളിഷ്. അലാക്രിറ്റി എന്ന് പറഞ്ഞാൽ അലക്രിറ്റി, ഈഗർനെസ് അല്ലേ? ഈഗർനെസ്. അപ്പോൾ ഞാൻ ഇത് ചിന്തിച്ചത് അലക്കുന്നതൊക്കെ ഭയങ്കര എനർജിയോടുകൂടിയുള്ള പണിയല്ലേ? അപ്പോൾ അലക്കുന്നവരൊക്കെ ഭയങ്കര എനർജി ഉള്ളവരാണെന്ന് ആലോചിച്ചാൽ മതി. അത് ഏകദേശം EGER ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് കണക്ട് ചെയ്തൂടെ? എനർജി എന്നൊക്കെ ഒന്ന് എന്നൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, അലാക്രിറ്റി പറഞ്ഞാൽ അലക്കുന്നവരൊക്കെ ഭയങ്കര എനർജി ഉള്ളവരാണ്. ഈഗർനെസ്, ഈഗർ. ഓക്കെ, നെക്സ്റ്റ് ജിയോപാർഡി, ഡേഞ്ചർ. ജിയോപാർഡി, ഡേഞ്ചർ. അപ്പോൾ ജിയോൻ്റെ സിമ്മൊക്കെ ഭയങ്കര ഡേഞ്ചറാണെന്ന് ആലോചിക്കുക. ജിയോൻ്റെ സിമ്മൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, അല്ലെങ്കിൽ ജിയോക്കാരുടെ പാർട്ടിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? അലാക്രിറ്റി, ഈഗർനെസ് ആണ്. ജിയോപാർഡി എന്താണ്? ഡേഞ്ചറാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം, എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ,
എൻഡ്യൂർ ടോളറേറ്റ് ആണ്. ടൂറിൻ്റെ എൻഡിൽ ടോൾ ബൂത്ത് ഉണ്ട്, അവിടെ റേറ്റ് കൊടുക്കണം എന്ന് ആലോചിക്കുക. കാൻഡീഡ് ആൻറ്റി നമ്മൾ പ്രാങ്ക് ചെയ്യുമെന്ന് പറഞ്ഞു, ഫ്രാങ്ക്. സെനീറ്റ്, എനീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് വെക്കുമെന്ന് പറഞ്ഞു. ഫാറ്റൽ എന്ന് പറഞ്ഞാൽ ആൾ ഫാറ്റ് വെച്ച് കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും, ഡെഡ് ചെയ്യും, ഡെഡ്ലി. ഒബ്സ്റ്റിനേറ്റ് പറഞ്ഞാൽ ബെസ്റ്റ് നൈറ്റിൽ ബോൺ ചെയ്യുമെന്ന് ആലോചിക്കുക, സബ്ബോൺ. ഒബ്സീന് പറഞ്ഞാൽ സീൻ എന്താണ്, ആക്സിഡൻറ്റിൻ്റെ സീനാണെന്ന് പറഞ്ഞില്ലേ, ആ ആക്സിഡൻറ്റ് ഇന്ന് നടന്നതാണെന്നും കൂടി ആലോചിക്കുക. അപ്പോൾ ഇൻഡിസെൻ്റ് എന്ന് നമുക്ക് കിട്ടും. ഒബ്സീന്. സീൻ എന്താണ് സീൻ കണ്ടത്, ഇന്ന് ആക്സിഡൻറ്റ് ഉണ്ടായതാണ് സീനായിട്ട് കണ്ടതെന്ന് ആലോചിച്ചാൽ മതി, ഇൻഡിസെൻ്റ്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ മണിയുടെ ഫോട്ടോ നമ്മൾ എന്താ ചെയ്യും, ഡിസ്പ്ലേ വെക്കും. ലുഡിക്രൂസ് പറഞ്ഞാൽ ലഡു, ഫൂളിഷ്, ലഡു നിന്ന് ഫൂളിഷ് ആവുന്ന ആലോചിക്കുക. അലക്രിറ്റി എന്ന് പറഞ്ഞാൽ അലക്കുന്നവരൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ്, ഈഗർനെസ് ആണ് എന്നൊക്കെ ചുമ്മാ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അത് എനർജറ്റിക് ആണെന്ന് നിങ്ങൾക്ക് കോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ എന്തായാലും പഠിക്കാം. നെക്സ്റ്റ് ജിയോപാർഡി, ഡേഞ്ചർ. ജിയോപാർഡി, ജിയോൻ്റെ സിമ്മിൻ്റെ ഒക്കെ പാർട്ടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്, ഒരുപാട് വയറൊക്കെ ഉണ്ടെന്നൊക്കെ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. പ്ലേത്തോറ എന്ന് പറഞ്ഞാൽ അബാൻഡൻസ്, പ്ലേത്തോറ അബാൻഡൻസ്. വാലിയൻ്റ്, ഫിയർലെസ്, വാലിയൻ്റ്, ഫിയർലെസ്. അപ്പോൾ അതെങ്ങനെ ആലോചിക്കാം, വാലിയൻ്റ് പറഞ്ഞാൽ വലിയ എൻഡ്, വലിയ ഉറുമ്പ്. വലിയ ഉറുമ്പിന് പേടി ഉണ്ടാവുമോ? ഇല്ലല്ലോ, പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഫിയർലെസ് ആണ്, പേടിയൊന്നും ഇല്ല, ഫിയർലെസ് ആണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് മഡിൽ കൺഫ്യൂസ്. അപ്പോൾ ഇത് മഡിൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മഡാണ് ഓർമ്മ വരുന്നത്, ചളി. ഓക്കെ, മഡ് എന്ന് പറഞ്ഞാൽ ചളിയൊക്കെ നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ ഈ ചളിയൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ് ആണെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ മഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നും ആലോചിക്കാം, മഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നും ആലോചിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒന്നിക്കിൽ മഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ മഡൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആണെങ്കിലും മിക്സ് ആയിട്ടുള്ളതല്ലേ, വെള്ളവും ചളിയും മണ്ണൊക്കെ മിക്സ് ആയിട്ടുള്ളതല്ലേ, അപ്പോൾ കൺഫ്യൂസ് ആണെന്നൊക്കെ ഒന്ന് ചുമ്മാ ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇമാക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവറാണ്. ഓക്കെ, ഇമാക്കുലേറ്റ് പ്യുവറാണ്. അഫ്രൈറ്റ് ഫ്രൈറ്റേൺ ആണ്. ഓക്കെ, ഇമാക്കുലേറ്റ് നമുക്ക് എങ്ങനെ ആലോചിക്കാം? ഓക്കെ, ഈ മുസ്ലിംസൊക്കെ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉമ്മാനെ വിളിക്കുന്നത് ഉമ്മാന്നല്ല, ഇമ്മ എന്നാണ് വിളിക്കുന്നത്, കേട്ടിട്ടുള്ളത്, ഇമ്മാന്ന്. അപ്പോൾ ഇമ്മ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് പൂരി ഉണ്ടാക്കി എന്ന് ആലോചിക്കുക. ഇമ്മ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് പൂരി ഉണ്ടാക്കി, ഇമ്മാക്കുലേറ്റ് പ്യുവർ. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് അഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ, അഫ്രി എന്ന് പറഞ്ഞൊരു കുട്ടി റൈറ്റായിട്ട് ഫ്രൈ ഉണ്ടാക്കി എന്ന് ആലോചിക്കുക. ഫ്രൈറ്റേൺ വെച്ച് കണക്ട് ചെയ്യാമല്ലോ. അഫ്രൈറ്റ് ഫ്രൈറ്റൺ, അഫ്രി എന്ന് പറഞ്ഞ കുട്ടി റൈറ്റായിട്ട് എന്തുണ്ടാക്കി, ഫ്രൈ ഉണ്ടാക്കി, ഫ്രൈറ്റൺ. അപ്പോൾ ഇമാക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് പൂരി ഉണ്ടാക്കി, അഫ്രി റൈറ്റായിട്ട് ഫ്രൈ ഉണ്ടാക്കി എന്ന് ആലോചിക്കുക, ഫ്രൈറ്റൺ. നെക്സ്റ്റ് മിർത്ത് ഹാപ്പിനെസ്. അപ്പോൾ ഇത് ഞാൻ ആലോചിച്ചിട്ടുള്ളത്, മിർത്ത് എന്ന് പറയുമ്പോൾ എർത്തുമായിട്ട് കണക്ട് ചെയ്യാം. എർത്തിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് ആലോചിക്കുക, എർത്തിൽ ഹാപ്പിയാണെന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് വെസ്റ്റീജ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് വെസ്റ്റീജ് എന്നല്ലേ, അപ്പോൾ നമ്മൾ വേസ്റ്റേജ് എന്ന് എടുക്കുക, വേസ്റ്റേജ്. ഓക്കെ, അപ്പോൾ വേസ്റ്റേജ് എന്ന് എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റിലാണ് എവിഡൻസ് ഉണ്ടാവുക എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ 7ാം അറിവ് സിനിമയിൽ ശ്രുതി ഹാസനും അതുപോലെ സൂര്യയും കൂടിയിട്ട് അവരുടെ ബോസിൻ്റെ വീട്ടിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ സൂര്യ അവിടെ ഒരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലിരുന്ന് സെർച്ച് ചെയ്യുന്ന ഒരു സീൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ആ വേസ്റ്റേജിൽ നിന്നാണ് അവൻ എവിഡൻസ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേസ്റ്റേജിൽ നിന്നാണ് എവിഡൻസ് എടുക്കുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ വേസ്റ്റേജ് എന്താണ്, എവിഡൻസ്. നെക്സ്റ്റ് ഇൻഫേർണൽ എന്താണ്, വിക്കഡ്. ഇൻഫോർമേഷനൊക്കെ പറയുന്നത് വിക്കി ആയിട്ടാണ് പറയുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ ആണെങ്കിൽ നെറ്റൊക്കെ കുറവാണെങ്കിൽ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് ആയിരിക്കില്ലേ കിട്ടുന്നത്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ അതുമായിട്ടൊന്ന് ചെറിയ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻഫേർണൽ, വിക്കഡ്. നെക്സ്റ്റ് ഗുള്ളിബിൾ ക്രെഡുലസ്. അപ്പോൾ ഇതെങ്ങനെ ആലോചിക്കാം? ഗുള്ളിബിൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളിയാണ് എടുത്തത്, ഉള്ളി. അപ്പോൾ ഈ ഉള്ളി റെഡ് കളറല്ലേ ഉള്ളി, അപ്പോൾ റെഡുമായിട്ട് കണക്ട് ചെയ്യാം. ഗുള്ളിബിൾ എന്താണ്, ക്രെഡുലസ്. ഗുള്ളിബിൾ, ഉള്ളി റെഡ് കളറാണ്, ക്രെഡുലസ്. ഓക്കെ, ഒന്നുകൂടി പറയാം. പ്ലേത്തോറ അബാൻഡൻസ് ആണ്, വാലിയൻ്റ് പറഞ്ഞാൽ വലിയ എൻഡ്, ഫിയർ ഇല്ലാത്ത എന്താണ്, ഫിയർലെസ്. മഡിൽ നമുക്ക് മഡ് യൂസ് ചെയ്യാൻ പറ്റും, കൺഫ്യൂസ്. ഇമാക്കുലേറ്റ് ഇമ്മ കാൽക്കുലേറ്റ് ഒക്കെ വെച്ച് പൂരി ഉണ്ടാക്കി. അഫ്രി റൈറ്റായിട്ട് ഫ്രൈ ഉണ്ടാക്കി, അഫ്രൈറ്റ് ഫ്രൈറ്റാണ്.
മിർത്ത് മീൻസ് എർത്ത് എന്നായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എർത്തിന് ഭയങ്കര ഹാപ്പിയാണെന്ന് ആലോചിക്കുക. ദെൻ വേസ്റ്റേജ് എന്ന് പറയുമ്പോൾ എവിഡൻസ് കിട്ടുമെന്ന് ആലോചിക്കുക. വേസ്റ്റേജ് എന്ന് ഇൻഫേർണൽ ഇൻഫോർമേഷൻ വിക്കാണ് നമ്മൾ പറഞ്ഞല്ലോ, വിക്കഡ് ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഗുള്ളിബിൾ എന്ന് പറഞ്ഞാൽ ക്രെഡുലസ് ആണ്. ഉള്ളിയൊക്കെ ഭയങ്കര റെഡ് കളറാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്പൂരിയസ് ഫേക്ക്. അപ്പോൾ എങ്ങനെ ആലോചിക്കാം? സ്പൂരിയസ് അല്ലേ? അപ്പം നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇമ്മ കാൽക്കുലേറ്റ് എടുത്തിട്ട് കാൽക്കുലേറ്റൊക്കെ ചെയ്തിട്ട് പൂരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം അതും ഇവിടെയും മിസ്സാവരുത്, മീൻസ് കൺഫ്യൂസ് ആവരുത്. അവിടെ ഇമ്മ കാൽക്കുലേറ്റ് എടുത്തിട്ടാണ് പൂരി ഉണ്ടാക്കിയത്, ഇമ്മാക്കുലേറ്റ് പ്യുവർ. ഓക്കെ. അപ്പോൾ ഇവിടെ പൂരി എന്ന് പറയുമ്പോൾ നമ്മൾ കോഡായിട്ട് പൂരി എന്ന് പറയുമ്പോൾ ഇവിടെ SPURI ആണ്. അപ്പോൾ സ്പൂരി, അപ്പോൾ ഇത് പൂരി ആണെങ്കിൽ ഒറിജിനൽ ആയിരിക്കും എന്ന് ചിന്തിക്കുക. സ്പൂരി ആകുമ്പോൾ അത് ഫേക്ക് ആണെന്ന് വിചാരിക്കുക. എസ്സും കൂടി ഉണ്ടല്ലോ, അപ്പോൾ സ്പൂരിയസ് എന്ന് പറയുമ്പോൾ ഫേക്ക് ആണെന്ന് ചിന്തിക്കുക. ഓക്കെ, സ്പൂരിയസ് ഫേക്ക്. നെക്സ്റ്റ് സഗാസിറ്റി വിസ്ഡം. അപ്പോൾ ഇത് ഞാൻ ചിന്തിച്ചത് വിചാരിച്ചാൽ സഖാക്കന്മാരുടെ സിറ്റിയിലൊക്കെ ഒരുപാട് ഡോംബ് ഉണ്ടാവും എന്നറിയിക്കുക. ഡോംബ് മീൻസ് ശവകുടീരം. ഓക്കെ, വിസ്ഡം. ഓക്കെ, സഖാക്കന്മാരുടെ സിറ്റിയിൽ ഒരുപാട് വിസ്ഡം മീൻസ് ഡോംബ് ഉണ്ടാവും എന്നറിയിക്കുക. അപ്പോൾ സഗാസിറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സഗാസിറ്റി എന്താണ്? വിസ്ഡം, ഡോംബ്. ഓക്കെ. നെക്സ്റ്റ് സൈമൾട്ടേനിയസ് കൺകറൻറ്റ്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇതിൽ നിങ്ങൾക്ക് നമുക്ക് സുൽത്താൻ എന്നുള്ള വാക്ക് എടുക്കാൻ പറ്റും. സുൽത്താൻ, SULTAN, സുൽത്താൻ. അപ്പോൾ സുൽത്താൻ കറണ്ട് അടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. സൈമൾട്ടേനിയസ് എന്താണ്? കൺകറൻറ്റ്. സുൽത്താൻ കറണ്ട് അടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. സുൽത്താൻ എന്തടിച്ചു? കറണ്ട് അടിച്ചു. ഓക്കെ. നെക്സ്റ്റ് സാലിയൻറ്റ് പ്രൊമിനൻറ്റ്. അപ്പോൾ സൈലൻ്റായിട്ട് പ്രേമിച്ചു എന്നാലോചിക്കുക. സൈലൻ്റായിട്ട് പ്രേമിച്ചു, സാലിയൻറ്റ് പ്രൊമിനൻറ്റ്, പ്രേമിച്ചു. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെയില് ഓൾഡ്. അപ്പോൾ ഇതിൽ നമ്മൾ എസ് കളഞ്ഞ് TALE എടുക്കും. ടെയില്. ഓക്കെ, ടൈല് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ടൈല് ഭയങ്കര ഓൾഡാണ്, പഴയതാണെന്ന് ആലോചിച്ചാൽ മതി. ടൈല് എന്താണ്? ഓൾഡാണ്. അപ്പോൾ സ്റ്റെയില് ഓൾഡ്. ഓക്കെ. നെക്സ്റ്റ് സെറിൻ കാം. സെറിൻ എന്താണ്? കാമാണ്. അപ്പോൾ സാറിൻ്റെ കാല് എന്ന് ആലോചിച്ചാൽ മതി. സാറിൻ്റെ കാല്, അല്ലെങ്കിൽ സെറീനയുടെ കാലെന്നോ സാറിൻ്റെ കാലെന്നോ അങ്ങനെ നമുക്ക് ആലോചിക്കാം. സാറിൻ്റെ കാല്. ഓക്കെ, സെറിൻ കാം, സാറിൻ്റെ കാല്. ഓക്കെ. നെക്സ്റ്റ് കോൺകർ യുണൈറ്റ്. കോൺകർ എന്താണ്? യുണൈറ്റ്. ഓക്കെ, എന്താ പറഞ്ഞത്? കോൺകർ അല്ലേ? അപ്പോൾ കോൺകർ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? കോൺകർ എന്നല്ലേ? അപ്പോൾ ഞാനിത് ആലോചിച്ചത് കോൺ ഐസ്ക്രീമിൻ്റെ ഒരു യൂണിറ്റ് എന്ന് ആലോചിച്ചാൽ മതി. യുണൈറ്റ് എന്നുള്ളത് നമ്മൾ യൂണിറ്റ് ആക്കുക. ആ ഒരു ഒന്ന് കട്ട് ചെയ്തിട്ട് യൂണിറ്റ് എന്നാക്കി കഴിഞ്ഞാൽ കോൺ ഐസ്ക്രീമിൻ്റെ യൂണിറ്റ് എന്ന് ആലോചിച്ചൂടെ? കോൺ ഐസ്ക്രീമിൻ്റെ യൂണിറ്റ്, കോൺകർ, യുണൈറ്റ്. ഓക്കെ, സിമ്പിളാണല്ലോ. നെക്സ്റ്റ് ഇമുലേറ്റ്. അത് ഒരു നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇമുലേറ്റ് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റും. ഇമിറ്റേറ്റ്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. സ്പൂരിയസ് എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. സ്പൂരി ആയതുകൊണ്ട് ഫേക്കാണെന്ന് ആലോചിക്കുക. സെഗാസിറ്റി പറഞ്ഞാൽ സെഗക്കന്മാർ സിറ്റിയിൽ വന്നിട്ട് ഒരുപാട് ഡോംബ് ഉണ്ടാക്കും. വിസ്ഡം. സൈമൾട്ടേനിയസ് കൺകറൻ്റ് ആണ്. സുൽത്താൻ കറണ്ട് അടിച്ചു എന്ന് ആലോചിക്കുക. സാലിയൻ്റ് പ്രോമിനൻ്റ്, സൈലൻ്റായിട്ട് പ്രേമിച്ചു എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. ദെൻ സ്റ്റെയില് ഓൾഡ്. ടൈലൊക്കെ ഓൾഡാണ്. ദെൻ സെറിൻ കാം, സാറിൻ്റെ കാലെന്നോ അല്ലെങ്കിൽ സെറീനയുടെ കാലെന്നോ ഒക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. ദെൻ കൺകർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺകർ യുണൈറ്റ്. മീൻസ് എന്താ നമ്മൾ പറഞ്ഞത്? കോൺ ഐസ്ക്രീം ആണെന്നാണല്ലോ. കോൺ ഐസ്ക്രീമിൻ്റെ ഒരു യൂണിറ്റ് എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് ഇമുലേറ്റ്. ഓക്കെ, ഇമുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമിറ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കോഡുകളിലൂടെ ആണെങ്കിൽ. ഓക്കെ, നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 80-90ഓളം സിനോണിംസ് പഠിക്കാനുണ്ട്. സിനോണിംസ് മാത്രമല്ല, നമ്മൾ ആൻറ്റോണിംസും കൂടി പഠിക്കാനുണ്ട്. ഒരു 70-80 ആൻറ്റോണിംസും പഠിക്കാനുണ്ട്.
അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ PSC എവിടെ നിന്നാണ് ചോദിക്കുകയെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. നമുക്ക് എന്താണ് കൃത്യമായിട്ട് സിനോണിംസ്, ഇതിൻ്റെ സിനോണിംസ് എന്താണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ 4 ഓപ്ഷനായിരിക്കും തരിക. അപ്പോൾ അതിൽ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ അതുമായിട്ട് കണക്ഷനുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ഷൻസ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതേ സാധനങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ എക്സാമിനും ഡിഗ്രി ലെവൽ എക്സാമിനടക്കം ഇതേ സെയിം സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോഡുകൾ വെച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, കോഡ് തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു 10 ദിവസം കൊണ്ട് ആ 80-90ഓളം സിനോണിംസ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഒരു ദിവസം 20 എണ്ണമായിട്ടാണ് ഞാൻ പറയുന്നത്, 20 എണ്ണം. അപ്പോൾ നമുക്കതിനേക്കാളും മുപ്പിട്ട് ഒരു 10 ദിവസത്തിനേക്കാളും മുപ്പിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു എക്സാമും കൂടി ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, നിനക്ക് ബോധ്യപ്പെടും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഏതായാലും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കോഡുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോഡുകളുടെ ഒരു അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ആയിട്ട് പറയണം. കോഡുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ, അല്ല എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏതായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരാം, ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.